നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ത്രൂ ദ എലിമെന്ററി കനാൽ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് നോക്കാം. ചിത്രത്തില് ഒരുപാട് ആനിമൽസിനെയും ബട്ടർഫ്ലൈസിനെയും ഒക്കെ കുറെ ജീവജാലങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ലയൺ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ ബേർഡ് ഉണ്ട്, കൗ ഉണ്ട്, കാറ്റർപില്ലർ ഉണ്ട്, അതുപോലെ ഫിഷ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സമൂഹത്തില് ഒരുപാട് ജീവജാലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ ചുറ്റുപാടും അല്ലേ? അതൊക്കെ നമ്മൾ നിരീക്ഷിക്കുക. ഓക്കെ, ഈ ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം എങ്ങോട്ട് പോകും അല്ലേ? അത് കഴിഞ്ഞ് അത് എവിടേക്ക്, എങ്ങനെ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്, അതായത് ഓരോ ജീവജാലത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് പുറത്തേക്ക് കളയുന്നത്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു പിക്ചർ കണ്ടല്ലോ. ഈ പിക്ചറിനെ അടിസ്ഥാനമാക്കി ഒരു ടേബിൾ ഉണ്ട്. എന്താ ടേബിളിൽ പറയുന്നത്? ഓർഗാനിസംസ്, ജീവജാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണ്, അതുപോലെ മോഡ് ഓഫ് ഫീഡിങ്, എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതില് നമുക്ക് ഭക്ഷണം പറയുന്നുണ്ട്. ഭക്ഷണം ഇതിപ്പം ചില ജീവജാലങ്ങള് ഭക്ഷണം കഴിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ജനറലി, അതായത് നമ്മൾ പൊതുവായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പശു പുല്ല് മാത്രമല്ല നമുക്ക് ഇതേപോലെ സസ്യമായിട്ടുള്ള എല്ലാ വാഴ ഇതുപോലൊക്കെ കഴിക്കാൻ പറ്റുന്ന ജീവിയാണ്. പൊതുവെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണ്? ഗ്രാസ് ആയതുകൊണ്ട് ഗ്രാസ് എടുക്കും. അതേപോലെ ബേർഡ്, പക്ഷികളെ തന്നെ ഏതൊക്കെ ഉണ്ട്? മാംസബുക്കുകളായിട്ടുള്ളുണ്ട്, അല്ലാതെ എന്താണ് ഈ സസ്യങ്ങളായിട്ടുള്ളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പൊതുവേ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പൊതുവേ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഭക്ഷണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മോഡ് ഓഫ് ഫീഡിങ്, മോഡ് ഓഫ് ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ വിധത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അകത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് മോഡ് ഓഫ് ഫീഡിങ്ങിൽ നമുക്കിവിടെ പറയാം. അതിന്റെ ഇംഗ്ലീഷ് വീടും മലയാളം വീടും തമ്മിലൊരു തർജ്ജമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് സിമ്പിളാവും. ഓക്കെ, ആദ്യം പറയുന്നത് ആദ്യത്തെ മോഡ് ഓഫ് ഫീഡിങ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താത്ത കുറെ കാര്യം കൂടി പറയണേ. സ്ക്രാപ്പ് എന്ന് പറയുന്നത് SCRAPE. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ചുരണ്ടുക എന്നാണ്. ചുരണ്ടി എടുക്കൂല, ചുരണ്ടുക. അടുത്ത് ച്യൂയിങ്, CHEWING. ച്യൂയിങ് എന്ന് പറഞ്ഞാൽ ചവയ്ക്കുക, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ക്യാപ്ചറിങ്, കീഴടക്കുക. ഈ ലയണൊക്കെ കീഴടക്കിയിട്ടാണ്, ആനിമൽസിനെ കീഴടക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കീഴടക്കുക. അടുത്ത് സ്വലോയിങ് എന്ന് പറയും. SWALLOWING. വിഴുങ്ങുക. ഓക്കെ, അടുത്ത് സക്കിങ്, വലിച്ചു കുടിക്കുക. ഇനി സിഫോണിങ് എന്ന് പറയും. എന്താ? വലിച്ചു കുടിക്കുക, അതായത് കുറേശ്ശെ വലിച്ചു കുടിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചു കുടിക്കുക, ഒറ്റ വഴിക്ക് വലിച്ചു കുടിക്കുന്നതാണ്. മറ്റേതെന്താണ്? സിഫോണിങ് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ വലിച്ചു കുടിക്കുന്നതാണ്. ഇത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത നിബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കാർന്ന് തിന്നുക. ഇനി നമുക്ക് ഇതിലേക്ക്, ഈ ടേബിളിലേക്ക് പോകാം. കാറ്റൽ പില്ലർ എന്ന് പറയുന്നത് പൊതുവെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ലീഫാണ്. നമുക്കറിയാവുന്നതാണ്, ഇലയിൽ പുഴു ഇങ്ങനെ കഴിക്കുന്നത് അല്ലേ? ലീഫ്. ഈ ലീഫ് അങ്ങനെ അത് കഴിക്കുക. കഴിക്കുക? കാർന്നിട്ടാണ് ഇത് കഴിക്കുക അല്ലേ? അങ്ങനെയാ കഴിക്കുന്നത്, കാർന്നിട്ടാണ് തിന്നുന്നത്. നിബിൾസ് അല്ലേ? ഇനി അടുത്തത് ബട്ടർഫ്ലൈസ്. അതിന്റെ നെക്ടർ, അതായത് തേനാണ് അതിന്റെ ഭക്ഷണം അല്ലേ? അതിന്റെ എന്താണ്? സക്കിങ്, അതായത് വലിച്ചു കുടിക്കാം, അല്ലെങ്കിൽ സിഫോണിങ്, എന്താണ്? കുറേശ്ശെ വലിച്ചു കുടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടും പറ്റും. ഒറ്റ വഴിക്ക് കുടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുറേശ്ശെ കുടിക്കുന്നുണ്ടാവും അല്ലെ? പൊതുവെ കുറേശ്ശെയാണ് കുടിക്കുക അല്ലെ? വലിച്ചു കുടിക്കുക അല്ലെ?
അതായത് അതുകൊണ്ട് ഇതിൽ ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് സിഫോണിങ് ആണ്. ഓക്കെ, അടുത്തത് കൗ. പശു എന്താണ്? പൊതുവെ ഭക്ഷണം ഗ്രാസ് ആണ് അല്ലെ. ആദ്യം ഈ കൗവിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, ആദ്യം ഈ ഭക്ഷണമൊക്കെ വിഴുങ്ങുക ചെയ്യാം. ഓക്കെ, സ്വലോയിങ് ആണ് ചെയ്യുന്നത്. അതായത് കുറേശ്ശെ ആദ്യം തന്നെ കഴിക്കുമ്പോൾ ഈ പശു ഈ പുല്ലൊക്കെ ആദ്യം തന്നെ വിഴുങ്ങിയിടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഭക്ഷണം കഴിച്ച ഭക്ഷണം ഉണ്ടാവില്ല, വിഴുങ്ങിയിട്ട ഭക്ഷണം, അത് രണ്ടാമതും എടുത്തിട്ട് അതെന്ത് ചെയ്യും, രണ്ടാമത് എടുത്തിട്ട് അതെന്ത് ചെയ്യും, ചെയ്യും. അതായത് എന്ത് ചെയ്യുന്നു, ചവച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, swallowing then after some time it chews. ഈ ഫുഡ് എന്ത് ചെയ്യുന്നു, രണ്ടാമതും ചവച്ചെടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനം നമുക്കത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് മോഡ് ഓഫ് ഫീഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്നെയിൽ അഥവാ ഒച്ച് എന്ന് പറയും. ഒച്ചിന് ഇതിന്റെ ഇതുകൊണ്ടാണ് ഗ്രാസ് അത് വേറെ ഒരുപാട് ഉണ്ടാവേ, നമ്മൾ ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്ക്രാപ്പിംഗ് ആണ്. സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചുരണ്ടിത്തിലാണ് കഴിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ജീവജാലങ്ങളെ നിങ്ങൾ കണ്ടെത്തുക. അതിന്റെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം ഏതാണ്, അതിന്റെ മോഡ് ഓഫ് ഫീഡിങ് എങ്ങനെയാണ്, ഏത് വിധേനയാണ് കഴിക്കുന്നത് നോക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കാണ്. ന്യൂട്രീഷൻ the process of intake and utilization of food by organisms is called nutrition. എന്താണ്, the process of intake and utilization of food by organisms is called nutrition. എന്താ പറയുന്നത്, ഭക്ഷണമായിട്ടുള്ള ഭക്ഷണം എന്താണ്, ഉള്ളിലേക്ക് എടുക്കുകയും, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഉള്ളിലേക്ക് എടുക്കുകയും ആ വസ്തുക്കളെ യൂട്ടിലൈസ് ചെയ്യുക, യൂട്ടിലൈസേഷൻ അത് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ന്യൂട്രീഷൻ. ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണെന്ത്, ന്യൂട്രീഷൻ അല്ലേ, ആണല്ലോ. അതായത് ഇപ്പം ഒരു ഉദാഹരണം, ഒരു ഭക്ഷണം ആയിട്ടുള്ള വസ്തു, ഒരു ആപ്പിൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് വരുന്നു. ആ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് ഇൻടേക്ക്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ന്യൂട്രീഷൻ. ഓക്കെ, എന്നാൽ ന്യൂട്രീഷന്റെ കേസിൽ ഭക്ഷണം ആയിക്കോളുന്നില്ല കേട്ടോ. ഇൻടേക്ക് എന്ന് പറയുന്നതുണ്ട്, ഭക്ഷണം ആയിക്കോളുന്നില്ല, അത് ആവശ്യമുള്ള ഘടകങ്ങളെ കുറിച്ച് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് എന്ത്, ഫോട്ടോസിന്തസിസ് അല്ലെ. ഈ ചിത്രം കണ്ടെത്താത്ത നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ, during the presence of sunlight, അത് ഇമ്പോർട്ടന്റ് ആണ്. presence of sunlight, the plants make food in the presence of carbon dioxide. Okay, and from the soil, water and the minerals, prepare the food in the leaf. അല്ലേ, അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ മണ്ണിലടങ്ങിയിരിക്കുന്ന വെള്ളവും മിനറൽസും എടുത്തിട്ട് അത് ഇലകളിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഓക്കെ, ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലേ. അതിന് സഹായിക്കുന്ന പിഗ്മെന്റ് ആണെന്ത്, ക്ലോറോഫിൽ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ, സാൻഡോഫിൽ, ക്ലോറോഫിൽ, ഇങ്ങനെ അതൊക്കെ പഠിക്കുന്നതാണ്. അതാണെന്ത്, ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണമാണെന്ത്, വസ്തുവാണെന്ത്, പിഗ്മെന്റ് ആണെന്ത്, ക്ലോറോഫിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടത്തെ കേസിൽ ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ പറയേണ്ടത്, പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പകൽ സമയത്ത് മിക്കവാറും
പകൽ സമയത്ത് ഈ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. എന്നാൽ രാത്രി സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ അതേപോലെ തന്നെ അത് ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടികളൊക്കെ രാത്രി സമയത്ത് നിങ്ങളെ റൂമിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട ഓക്സിജൻ കൂടി അത് വലിച്ചെടുക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമ്മളെ ഇനി ടോപ്പിക്കിലേക്ക് പോവാണ്, ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഇവിടെ ഇൻടേക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഇതെടുക്കുന്നത്? വാട്ടർ ആൻഡ് മിനറൽസ് ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, സൺലൈറ്റിന്റെ കേസിൽ ഫോട്ടോൺ എന്ന് പറയാം, നമുക്ക് വലിയ ക്ലാസ് പഠിക്കാം. ഈ കണ്ടന്റുകളെല്ലാം ഈ എനർജി എല്ലാം വലിച്ചെടുത്തിട്ടാണ് എടുക്കുന്നത്. അത് ഫുഡിന് വേണ്ടിയിട്ടല്ല, അത് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ്. എല്ലാ വസ്തുക്കളും കൂട്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എന്താണ്? ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലെ? അത് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസിലും ന്യൂട്രീഷൻസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ചിത്രം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നോക്കാം, ഗ്രീൻ പ്ലാന്റ്സ്. നമ്മൾ പ്രത്യേകം ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയാൻ കാരണം നമ്മളെ പൊതുവെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സുകളാണ്. ഓക്കെ, ഗ്രീൻ പ്ലാന്റ്സുകളാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? ക്ലോറോഫിൽ എന്നിട്ട് സാങ്കേതികത്തിൽ അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലോറോഫിൽ ഇല്ലെങ്കിൽ പിന്നെ സാന്തോഫിൽ അതുപോലെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ എന്താണ് നമ്മള് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ പ്ലാന്റ്സുകൾ വേറെ ജീവജാലങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു ചെടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേറൊരു ആനിമലിനോ അല്ലെങ്കിൽ പ്ലാന്റിനെയോ സസ്യത്തിനെയോ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല, പൊതുവേ ഇല്ല. പക്ഷെ ചില ജീവജാലങ്ങളുണ്ട്. അത് നമുക്ക് ഈ ചാപ്റ്റർ തന്നെ അടുത്ത വീഡിയോയിൽ പഠിക്കാം. എന്നാൽ പൊതുവെ ഒറ്റ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനെന്ത് കഴിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ആ ജീവജാലങ്ങളെ പറയുന്നത് ഓട്ടോട്രോപ്സ്. അതായത് ഗ്രീൻ പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുന്നു? ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഓർഗാനിസംസ് ഓഫ് ഫുഡ്. വേറൊരു ജീവജാലങ്ങളെയും ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ജീവജാലത്തെ അതിനെ പറയുന്ന പേരാണ് ഓട്ടോട്രോപ്സ്. അപ്പം ഗ്രീൻ പ്ലാന്റ്സ് ഒരു ഓട്ടോട്രോപ്പ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണ്. On the other hand, there are organisms which are unable to synthesize their own food and therefore depends on other organisms for food. They are called autotrophs. അതായത് ഗ്രീൻ പ്ലാന്റ്സ് അല്ലാത്ത എല്ലാ ജീവജാലങ്ങളും എന്തിനാവശ്യമാണ്? ഗ്രീൻ പ്ലാന്റ്സ് മീൻസ് പ്ലാന്റ്സ് അല്ലാത്ത എല്ലാ ജീവജാലങ്ങളും എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ ജീവജാലത്തെ ആശ്രയിക്കുന്നില്ലേ? ഒരു ഉദാഹരണം പറയാം, ലയൺ.